നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നസ്ല. എടയൂർ ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം 2024. LSS, USS, SSLC, +2, NMMS ഉന്നത വിജയികളെ അനുമോദിച്ചു. പൂക്കാട്രി ഫെസ്റ്റിവ പാർട്ടി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SSLC വിഭാഗം 100% വിജയം കൈവരിച്ച മാവണ്ടിയൂർ ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും 40 LSS നേടി ചരിത്ര വിജയം കൈവരിച്ച് ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ എടയൂർ നോർത്ത് AMLP സ്കൂളിനെയും ആദരിച്ചു. ചടങ്ങിൽ ചെയർമാൻമാരായ ജാഫർ പുതുക്കുടി, ലുബി റഷീദ്, റസീന യൂനസ് എന്നിവരും മെമ്പർമാരായ KT നൌഷാദ്, മുഹമ്മദ് PM, സൗമ്യ ഹരിദാസ്, ദലീല പർവീൻ, അയ്യൂബ് PT, വിശ്വനാഥൻ, ദീപ CT, വസന്ത KP, സമദ് KP, റഫീഖ് VP, സെക്രട്ടറി ശൈലജ, HM അച്യുതൻ മാഷ്, അലി അക്ബർ മാഷ്, ശശികല ടീച്ചർ, പ്രേമ ടീച്ചർ അടക്കമുള്ള അധ്യാപകരും ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രക്ഷിതാക്കളും പങ്കെടുത്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന യൂനുസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലുബി റഷീദ് നന്ദിയും പറഞ്ഞു. നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാൻ ഇനിയും ഒരുപാടേറെ കാലങ്ങളുണ്ട്. കാലം തന്നെ നമ്മുടെ മുമ്പിൽ വലിയ ഒരു പ്രതിയോഗിയായി നിൽക്കുകയാണ്. കാലത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടതുണ്ട്. രാവിലെ വരെ നല്ല മഴയില്ലായിരുന്നു, ഇപ്പൊ നല്ല വെയിലാണ്, ഇപ്പൊ നല്ല പകലാണ്, കുറച്ച് കഴിഞ്ഞാൽ നല്ല ഇരുട്ടാണ്. അപ്പൊ നല്ല മാറ്റങ്ങൾ കാലഘട്ടത്തിന് അനുസരിച്ച് സമയത്തിനനുസരിച്ച് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ വിവിധ സാങ്കേതിക വിദ്യയിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിലും വിജയിക്കുക എന്ന ഉന്നതമായ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു മത്സരമായി വരാനിരിക്കുന്നത്. അതുകൊണ്ട് ആ മത്സരത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ നല്ല ജീവിതം കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും തരുന്നു, അഭിവാദ്യങ്ങളും തരുന്നു. ഒരിക്കൽ കൂടി ഈ പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അതിന് സഹായിച്ച അധ്യാപികാധ്യാപകരെയും രക്ഷിതാക്കളെയും അതിനൊക്കെ പ്രചോദകമായി നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നൂറും പാലവും നൂറും ഒക്കെ ഉണ്ടാക്കിക്കൊടുക്കണം. പക്ഷെ ആ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഈ നാട് നിലനിൽക്കണമെങ്കിൽ ഇവിടുത്തെ മക്കൾ വളർന്ന് വലുതായി ഉന്നതങ്ങളിലേക്ക് എത്തണം. നിങ്ങളുടെ കയ്യിലേക്കാണ് ഈ നാട് നൽകേണ്ടത്, തരേണ്ടത്. നിങ്ങളാണ് ഈ നാടിന്റെ നാളത്തെയുള്ള വിഭാഗങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ നാടിന്റെ ഉന്നതമായ ഉയരങ്ങളിൽ എത്താൻ പ്രേരിപ്പിക്കുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയ ദൗത്യമാണ് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യത്തിന്റെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ് അവരോട് പങ്കുവച്ചത്. ആ പങ്കുവെപ്പ് വലിയ ഒരു ഉത്തരവാദിത്തം, ഒരു ബോധം നിങ്ങൾക്ക് നൽകുകയാണ്. നാളെ നിങ്ങൾ ഇങ്ങനെ ആയ പോരാ, നാളെ നിങ്ങൾ ജില്ലാ ഉയരങ്ങളിലേക്ക് പോകണം, നിങ്ങൾ ഇനിയും പഠിക്കണം, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുകയാണ്. ആ പറച്ചിലിന് വലിയ ഒരു ഉദ്ദേശമുണ്ട്, വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. രക്ഷിതാക്കന്മാർ, സഹോദരിമാർ, ഉമ്മമാർ എല്ലാവരും ഇവിടെയുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതോടുകൂടി നിങ്ങൾ ഉത്തരവാദിത്തം തീർന്നു എന്ന് നിങ്ങൾ കരുതരുത്. പരീക്ഷയിൽ പാസ്സായി എന്നതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ഉത്തരവാദിത്തം തീർന്നു എന്ന് നിങ്ങൾ കരുതരുത്. ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ കുട്ടികളെ എത്തിക്കണമെങ്കിൽ ആ കുട്ടികളുടെ കൂടെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടു കൂടി അവരെയൊക്കെ സഹായിച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ കൂടെയൊക്കെ ഉണ്ടാകണം. എന്നാലാണ് അവർക്കൊക്കെ മുന്നോട്ട് പോകാൻ ഉയരങ്ങളിലേക്ക് എത്താൻ. നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് തന്നെ അവരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അവരുടെ കൂടെ ഉണ്ടാകണം. എന്നിട്ട് അവർ നിങ്ങൾക്ക് താങ്ങായി തണലായി നാടിനെ വളരാനായുള്ള ഒരു പ്രവർത്തികയായി നാളെ അവർ ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കാളിത്തം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി.